എന്നിട്ട് ഉള്ളടക്കം ചെയ്യുന്നത് ഒന്ന് പൂജപ്പുര പോലീസ് സ്റ്റേഷനിലെ മെറ്റൽ റൈറ്ററായിരുന്ന SIG സുജിത് കുമാർ കെയുടെ മൊഴി പകർപ്പ്. അപ്പോൾ ഇതിൽ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള പകർപ്പാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതാണ് സ്ഥിതിവിശേഷം. ഇനി ഇതിനോടനുബന്ധിച്ചിട്ട് ബഹുമാനപ്പെട്ട സ്വാമിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം 26 ഏപ്രിൽ സ്വാമി തിരുവനന്തപുരം കുണ്ടമൻ ഭാഗം സാളാഗ്രാമം ആശ്രമിച്ച ഞാൻ അയച്ചെന്നാൽ പോലെ അന്നത്തെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഈ DYSP ഈ പറഞ്ഞതുപോലെ ഇതിൽ കള്ളക്കളി നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം BJPയുടെ ഏജൻ്റാണെന്ന് പറഞ്ഞിട്ട് അന്ന് സ്വാമി ഇട്ട അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതാണ് കേരളത്തിലെ പോലീസിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ക്രിമിനൽ സംഘത്തെയും ആ ക്രിമിനൽ സംഘത്തോടൊപ്പം ഈ ഗവൺമെൻറ്റിനെ ഏതെല്ലാം നിലയിൽ പ്രതിസന്ധിയിൽ ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുമോ അതിന് മുഴുവൻ നേതൃത്വം നൽകിയ ADGP അജിത് കുമാറിനോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ സംഘം ഇവിടെയുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഇവിടെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പ്രസക്തി വരുന്നത്. പാർട്ടി ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രിയോടൊപ്പം നിയമിച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാനമായ ഡ്യൂട്ടി എന്താ? ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും പഠിക്കുകയും പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യുകയും തെറ്റായ നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടികളെടുക്കുകയും കള്ളക്കേസിൽ കൊടുക്കുന്ന അതിൻ്റെ അനീതി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുകയും നല്ല ഓഫീസർമാരെ അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകി കുറ്റമറ്റ രീതിയിൽ പോലീസ് സംവിധാനത്തെ നിലനിർത്തി കൊണ്ടുപോയി ഗവൺമെൻറ്റിനും ജനങ്ങൾക്കും ആശ്വാസം നൽകുന്ന ഒരു സംവിധാനമായി കേരളത്തിൻ്റെ പോലീസിനെ നിലനിർത്താൻ പാർട്ടി ഉത്തരവാദിത്തപ്പെടുത്തിയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി കണ്ടില്ല? ഇൻ്റലിജൻസ് RSS നേതാവിനെ ഈ പറയുന്ന ADGP അജിത് കുമാർ കണ്ടിട്ടുണ്ടെന്ന് മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി അത് കണ്ടില്ല? പിന്നെ എന്ത് ഉത്തരവാദിത്തം? അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ അത് ഈ പാർട്ടിയെയും ഈ ജനങ്ങളെയും എത്രത്തോളം ബാധിക്കുന്നു. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നത് തന്നെയാണ് എൻ്റെ പരാതി. അതിനെ ഈ പറയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്റ്സ് ആണ്. കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത് സോളാർ കേസ്. ആ കേസ് അട്ടിമറിച്ചതിൻ്റെ കാര്യങ്ങൾ വിശദമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ പിന്നിലും ഈ അജിത് കുമാറാണ്. എന്തുകൊണ്ട് ഈ ഉത്തരവാദിത്തപ്പെട്ടിയ ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇത് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല? അതുകൊണ്ട് ഈ പാർട്ടി പറയട്ടെ. ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വേറെയും ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയും ഇന്ന് ഇപ്പോൾ നമ്മുടെ LDF നേതാവ് സഖാവ് TP ഒക്കെ പറഞ്ഞല്ലോ, അൻവർ എഴുതി തന്നിട്ടില്ല. ഞാൻ എഴുതി കൊടുത്തിട്ടില്ല, ഞാൻ എഴുതി കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അത് കൃത്യമായി എഴുതി കൊടുക്കും. എന്നിട്ട് പാർട്ടി പഠിച്ചാൽ തീരുമാനം എടുക്കട്ടെ. എത്ര വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ പോലീസിൻ്റെ അകത്ത് ഇത്തരത്തിൽ ഈ ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും പ്രതിസന്ധാക്കാനും പ്രതിപക്ഷത്തെയും BJPയെയും RSSനെയും സഹായിക്കാനും ഒരു സംഘം നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നു. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കുന്നത്. ഇനിയും വേറെ തെളിവുകൾ വരുന്നുണ്ട്. വി വിൽ വെയിറ്റ് ആൻഡ് സീ. അല്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ ലക്ഷ്യം കൂടെ ഉണ്ടോ, എന്താണ് അതിൽ സംഭവിച്ചത് എന്നുള്ളത് പാർട്ടിയും ഗവൺമെൻറ്റല്ല പരിശോധിക്കേണ്ടത്. അതെനിക്ക് പറയാൻ കഴിയില്ല. ഒരു പൊതുസമൂഹത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലക്ക്, ഒരു സഖാവ് എന്ന നിലക്ക് ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തി ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല എന്ന എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പിന്നാമ്പുറമുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പരിശോധിക്കുമല്ലോ. ആദ്യത്തെ അന്വേഷണ സംഘത്തിലെ ഒരാളാണ് അദ്ദേഹം. അതെ, അന്വേഷണ സംഘത്തിലെ ഒരാളാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ സ്വാമിയെ വിളിച്ചാൽ നിങ്ങൾ തിരുവനന്തപുരത്ത് ആളുകൾ പോയി നോക്കിയാൽ അതിൻ്റെ വിവരങ്ങൾ കിട്ടും. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. കുറച്ചും കൂടി കാര്യങ്ങൾ സ്വാമി എത്രത്തോളം ഇതിന് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പൊതുസമ്മതത്തിന് മുമ്പ് അദ്ദേഹം എത്രത്തോളം മാനഹാനി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കേസിൽ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അവരെ. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ടും എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടും
ആ നന്മ കൊണ്ട് പടച്ചവനായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അയാളെയും പൂട്ടിയിട്ട് ഇപ്പോൾ ഇടവണ്ണ റിദാൻ കേസ് പോലെയൊക്കെ ഈ പറയുന്ന ഇവിടെ നടക്കുന്ന ഈ സംവിധാനത്തിൽ എന്ത് അട്ടിമറി നടത്താൻ ശേഷിയുള്ളവരാണ്. നിസ്സഹായരായി പോവല്ലേ. എന്താണ് പോലീസ് സ്റ്റേഷൻ? പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അവസാനത്തെ അത്താണിയാണ്, അല്ലേ? അവിടെ ആരാ ഉണ്ടാവേണ്ടത്? ഈ രാജ്യത്ത് നീതി നടപ്പിലാക്കുന്ന ഒരു സംവിധാനത്തിനാണ്. അതിനാണല്ലോ ഈ ഗവൺമെൻറ് കിണഞ്ഞ് ശ്രമിക്കുന്നത്.